വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഹൈലൈറ്റ് മാളിന്റെ ഇനോഗ്രേഷൻ ആണ്, അതായത് ഡിസംബർ 18-ന്. കുറെ നാളായിട്ട് തൃശ്ശൂർക്കാർ വെയിറ്റ് ചെയ്യുന്നതാണ് ഈ ഹൈലൈറ്റ് മാളിന്റെ ഇനോഗ്രേഷൻ ആയിട്ട്. തൃശ്ശൂര് കുട്ടനെല്ലൂർ ഹൈവേയിലാണ് ഹൈലൈറ്റ് മാളിന്റെ ലൊക്കേഷൻ വരുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും 2 വീലേഴ്സ് പാർക്ക് ചെയ്യാനായിട്ടൊക്കെ സൗകര്യമുണ്ട്. ശരിക്കും കാർ പാർക്കിംഗ് വരുന്നത് ഹൈലൈറ്റ് മാളിന്റെ മുകളിലാണ്. അതിപ്പോ ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ സൈഡിലൊക്കെ ഒരുപാട് പാർക്കിംഗ് സ്പേസ് അവൈലബിൾ ആണ്. നമ്മൾ മാളിലേക്ക് എൻട്രി ചെയ്യുമ്പോഴുള്ള ഒരു കാഴ്ചയാണത്. വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകൾ ഉണ്ട്, പക്ഷെ എല്ലാ ഷോപ്പുകളും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. 50ഓളം ഷോപ്പുകൾ ഇപ്പോൾ ഓപ്പൺ ആണ്. ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി എറണാകുളത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാവരും കട്ട വെയിറ്റിംഗ് എന്ന് പറയുന്നത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് തന്നെയായിരുന്നു. അതപ്പോ ഇന്ന് മുതൽ, അതായത് ഡിസംബർ 18 മുതൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് അവൈലബിൾ ആണ് നമുക്ക്. പിന്നെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പ് ഉണ്ടെങ്കിലും മാക്സ് ഒക്കെ ഓപ്പൺ ആണ്. മാക്സ് 2 ഫ്ലോറിലായിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ഷോപ്പുകൾ, ക്ലോത്തിന്റെ ആയാലും അതുപോലെ ആക്സസറീസ്, മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഭയങ്കര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും പുറത്ത്, പക്ഷെ പാർക്കിങ്ങിന് അവിടെ ഒരു നല്ല തിരക്കായിരുന്നു. പക്ഷെ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു തിരക്ക് നമുക്ക് ഫീൽ ചെയ്തേ ഇല്ല. കാരണം നല്ല സ്പേഷ്യസ് ആണ്. 8 lakh സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത്. അതുപോലെ 900 കോഴ്സിന്റെ പ്രൊജക്റ്റ് ആണിത്. അപ്പൊ അത്രയും വലിയൊരു പ്രൊജക്റ്റാണ് തൃശ്ശൂർ വന്നിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ ലുലു ഹൈപ്പർ മാർക്കറ്റും പിന്നെ ഫുഡ് കോർട്ടാണ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുള്ളത്. നമ്മുടെ സെയിം എറണാകുളം ലുലുവിന്റെ പോലെ തന്നെ താഴെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. പിന്നെ എല്ലാ ഫ്ലോറുകളിലും ഒരുപാട് ഷോപ്പുകളും, പിന്നെ ഏറ്റവും ടോപ്പിലാണ് വരുന്നത് ഫുഡ് കോർട്ട് വരുന്നത്. അതും നല്ല സ്പേഷ്യസ് ആണ്, വലിയൊരു ഏരിയ ഉണ്ട്. അതുപോലെ കുട്ടികളുടെ ഒരു പ്ലേ ഏരിയയും വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇപ്പൊ ഓപ്പൺ ആയിട്ടില്ല. ഇപ്പൊ കാണുന്നത് മാക്സ് ആണ്. മാക്സ് ഓപ്പൺ ആണ്, പക്ഷെ 2 ഫ്ലോറിലുണ്ട്. ഒരു ഫ്ലോർ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും ടോപ്പിലുള്ള ഫുഡ് കോർട്ട്. ഇവിടെ KFC മുതൽ എല്ലാതും ഉണ്ട്. ലുലുവിൽ കാണുന്ന പോലെ തന്നെ എല്ലാ ഷോപ്പുകളും ഇവിടെയും ഉണ്ട്. അപ്പൊ നമുക്ക് ഫുഡ് ഏതാന്ന് വെച്ചാൽ ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരുന്ന് കഴിക്കാം. അതല്ല താഴത്തുനിന്ന് നമുക്ക് കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ അങ്ങനെയും കൊണ്ടുവന്ന് കഴിക്കാം. കുട്ടികളുടെ പ്ലേ ഏരിയ വലിയൊരു ഏരിയ തന്നെ ഉണ്ട്, പക്ഷെ അത് ഓപ്പൺ ആയിട്ടില്ല. അതെല്ലാം മാർച്ചിലാണ് എല്ലാം ഓപ്പൺ ആവുക. അപ്പൊ സിനിമ തിയേറ്ററും ഓപ്പൺ ആയിരിക്കും. അപ്പോഴാണ് ശരിക്കും ഹൈലൈറ്റ് മാള് ലൈവ് ആവുക. ഇപ്പൊ കുറേയൊക്കെ ക്ലോസ്ഡ് ആണ്, കമ്മിങ് സൂൺ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് ഫുഡ് എടുത്തിട്ട് ഇവിടെ വന്ന് പുറത്തിരുന്നിട്ട് കഴിക്കാം. അപ്പൊ അവിടെ നിന്ന് നേരെ കാണുന്നത് നമുക്ക് ശരിക്കും കുട്ടനെല്ലൂർ ഹൈവേ, ബൈപ്പാസ് റോഡാണ്. അങ്ങനെയും ഒരു വ്യൂ ഉണ്ട്. അത് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എസ്കലേറ്ററുകൾ എല്ലാ സൈഡിലും ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും താഴെയാണ് ഹൈപ്പർ മാർക്കറ്റ് വരുന്നത്. ഇതാണ് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിന്റെ ഓപ്പണിംഗ്, അതായത് എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്നാണ് ശരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നിരുന്നത്. ഇവിടെ ശരിക്കും വലിയൊരു ഏരിയ ആണ്. നമ്മുടെ എറണാകുളത്ത് കാണുന്ന പോലെ തന്നെ വലിയൊരു ഏരിയ. അവിടുത്തെ ഒരുവിധം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. പക്ഷെ ഇനോഗ്രേഷൻ ഇന്നത്തെ ആ ഒരു ഓഫർ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷെ സാധാ യൂഷ്വലി കാണുന്ന പോലെ ഒരുപാട് ഓഫറുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. വലിയൊരു ഓഫർ ഇന്ന് ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് അല്ലേ വരുന്നത്, അതുകൊണ്ട് ഒരുപാട് കേക്കുകളും വൈനുകളും അതുപോലെ സ്വീറ്റ്സ്. നിങ്ങൾക്കറിയാലോ, എല്ലാവരും എറണാകുളം ലുലുവിൽ പോയിട്ടുള്ളതാണ്. അവിടെ ഹൈപ്പർ മാർക്കറ്റിൽ കാണുന്ന ഫുഡ് ഐറ്റംസ് എല്ലാതും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ഫ്രൂട്ട്സ്, നമുക്ക് കോമൺലി ഇവിടെ കാണാത്ത ഒരുപാട് ഫ്രൂട്ട്സ് നമുക്ക് ലുലുവിൽ കിട്ടാറുണ്ട്. അങ്ങനെയുള്ള ഫ്രൂട്ട്സ് എല്ലാം ഇവിടെയും അവൈലബിൾ ആണ്. പിന്നെ പാനിപ്പൂരി അങ്ങനെയുള്ള ഐറ്റംസും ചാട്ടുകളും സ്വീറ്റ്സും, അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ചോക്ലേറ്റ്, ഈ കാണുന്നതൊക്കെ ചോക്ലേറ്റ് ആണ്. ചോക്ലേറ്റിനൊക്കെ MRPനേക്കാളും വിട്ടിട്ട് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് ഫൈറ്റർ ഫിഷ് ആണ്. അതങ്ങനെ ഒരു ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ജാറടക്കം സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ ഒരു ഏരിയ ഫിഷും മീറ്റും ആണ്. ഒരുപാട് ഫിഷും മീറ്റും കട്ട് ചെയ്ത് കൊടുക്കുന്നതും, അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ്, അതായത് ഉണക്കമീനുകളും ഉണ്ടായിരുന്നു. ഇവിടെ
കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു. നമുക്കത് കണ്ടോ, ഇതൊക്കെ വലിയ മീനുകൾ അങ്ങനെ തന്നെ മുഴുവനോടെ വാങ്ങാൻ പറ്റും. ക്രാബ് ഉണ്ടായിരുന്നു, ഒരുപാട് മീനുകൾ നമ്മൾ ലുലുവിൽ കാണുന്നതൊക്കെ തന്നെ ഇവിടെയും ഉണ്ട്. ഓരോ മീനുകളുടെ റേറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിന്റെ റേറ്റും കാണാൻ പറ്റും. പിന്നെ വെജിറ്റബിൾസ് എല്ലാം, ക്യാപ്സിക്കങ്ങൾ എല്ലാ ടൈപ്പും, ഇതൊക്കെ ഉപ്പിലിട്ട ഐറ്റംസ്, പിക്കിൾസ്, അതുപോലെ ബിരിയാണി, പല ടൈപ്പ് ബിരിയാണികൾ നമുക്കത് 1 kg കിട്ടും. ഇതിന്റെയൊക്കെ പ്രൈസ് നിങ്ങൾക്ക് കാണാം, ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയാൽ മതി. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആണ് കേട്ടോ. പിന്നെ ഐസ്ക്രീമുകളുടെ ഒരു സെക്ഷൻ, വലിയൊരു സെക്ഷൻ ഫുൾ ഐസ്ക്രീം അറ്റം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഐറ്റംസ്, ഫ്രോസൺ ആയിട്ടുള്ള ഫുഡുകൾ, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഒരു സ്റ്റാറും ക്രിസ്മസ് ലൈറ്റും അങ്ങനെ ഒരു ക്രിസ്മസ് വൈബ് തന്നെ ഉണ്ടായിരുന്നു. ബില്ലടിക്കുന്ന കൗണ്ടറിൽ ഫുൾ നിറയെ ചോക്ലേറ്റുകളായിരുന്നു, ഡ്രൈ ഫ്രൂട്ട്സ്, നഗറ്റ്സ്, അങ്ങനെ എല്ലാ ഐറ്റംസും. വലിയൊരു ഏരിയയാണ്, നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റില്ല, അത്ര അധികം ഉണ്ട്. വന്ന് കാണാനാണെങ്കിൽ അത്ര അധികം തന്നെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട് കട്ടുകള്, സാലഡ്സ്, അതുപോലെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. തൃശ്ശൂരിൽ ഇതുപോലെ കുറെ മാളുകളുണ്ട്, നെസ്റ്റോ, വൈ മാൾ, സെലക്സ് മാൾ. ഇതൊക്കെ വിട്ടിട്ടാണ് ഹൈലൈറ്റ് മാൾ, ഏറ്റവും വലിയ മാൾ. ഈ കുട്ടികളൊന്നും ഇപ്പൊ ഹാപ്പി അല്ല, കാരണം പ്ലേ ഏരിയ തുറന്നിട്ടില്ല. അത് കാരണമാണ്. നമ്മുടെ സമ്മർ വെക്കേഷൻ ആകുമ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് എല്ലാവർക്കും അങ്ങോട്ട് പോവാം. അതായത് പ്ലേ ഏരിയയും മൂവി തിയേറ്ററും ഒന്നും ഇപ്പോൾ ഓപ്പൺ ആയിട്ടില്ല. പക്ഷെ മാർച്ച് ആവുമ്പോഴേക്കും, കുട്ടികളുടെ വെക്കേഷൻ ടൈം ആവുമ്പോഴേക്കും എല്ലാം ലൈവ് ആവും. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ബാക്കി കുറേ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ എല്ലാവരും തൃശ്ശൂർക്ക് വരുമ്പോൾ കുട്ടനെല്ലൂരുള്ള ഹൈലൈറ്റ് മാൾ ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇതാണ് എൻട്രൻസ് കേട്ടോ, മാക്സിന്റെയും എല്ലാം വെച്ചിട്ടുണ്ട് ഫ്രണ്ടില്, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും വന്ന് കാണാം, എൻജോയ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആരൊക്കെയാണോ ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത്, മാളുകൾ വിസിറ്റ് ചെയ്യാനും അതുപോലെ ഷോപ്പ് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് അയച്ചു കൊടുക്കുക. അപ്പൊ ടേക്ക് കെയർ, ബൈ.